എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അടുത്ത റെസൽമേനിയ 35-ൽ ഗോൾഡ്ബർഗ് വേഴ്സസ് ബ്രോൺ സ്ട്രോമാൻ ഒരു മാച്ച് നടക്കുമെന്ന് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഇത് ശരിക്കും ഫാൻസ് ഉണ്ടാക്കിയതാണോ അതോ ശരിക്കുമുള്ള ന്യൂസാണോ? ഗോൾഡ്ബർഗ് റിട്ടേൺ ചെയ്യുമോ, ബ്രോൺ സ്ട്രോമാനെ എതിർക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒരു ചെറിയൊരു അവലോകനമാണ് ഈ വീഡിയോയിൽ നടത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ WWE റോയുടെ വ്യൂവർഷിപ്പ് കുറഞ്ഞതിന് ശേഷം WWEക്ക് ഒരുപാട് ഫാൻസ് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനായി അവർ റെസൽമേനിയ ഏറ്റവും നന്നായി തന്നെ നടത്താൻ നോക്കും. അതിനുവേണ്ടി അവർ എത്ര തന്നെ നല്ല നല്ല മാച്ചുകളെല്ലാം കണ്ടെത്താനും നോക്കും. അങ്ങനെ ഫാൻസ് പറഞ്ഞ ഒരു മാച്ചാണ് ഇത്, ഗോൾഡ്ബർഗ് വേഴ്സസ് ബ്രോൺ സ്ട്രോമാൻ. ശരിക്കും ഇങ്ങനെ ഒരു മാച്ച് നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മാച്ച് തന്നെയായിരിക്കും. ആ റെസൽമേനിയയിൽ നടക്കുന്ന ഏറ്റവും നല്ലൊരു മാച്ച് തന്നെയായിരിക്കും. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ്ബർഗ് ഹോൾ ഓഫ് ഫെയിം ആയല്ലോ, അതിനുശേഷം ഗോൾഡ്ബർഗിന് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് വേണം, അതിനുവേണ്ടി അവസാനമായി ഗോൾഡ്ബർഗ് റിട്ടയർ ചെയ്യുന്ന ഒരു മാച്ചായി ഈ മാച്ചിനെ കൊണ്ടുവന്നൂടെ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ അതിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇനി ആ മാച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാച്ചിൽ ബ്രോൺ സ്ട്രോമാൻ വിജയിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം പുതിയതായി വന്ന ഒരു സ്റ്റാറാണ് ബ്രോൺ സ്ട്രോമാൻ. ഇനി ബ്രോൺ സ്ട്രോമാനെ വളർത്തിക്കൊണ്ടുവരാനാണ് WWEയുടെ ക്രിയേറ്റീവ് ടീം നോക്കുക. അപ്പോൾ അവർ അതിനു മുമ്പേ ഉള്ള പണ്ട് കളിച്ച ഗോൾഡ്ബർഗിനെ ഒന്നും അവർ അങ്ങനെ ശ്രദ്ധിക്കില്ല എന്നല്ല, പക്ഷേ ഗോൾഡ്ബർഗ് വിജയിക്കാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഗോൾഡ്ബർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിൽ ഇങ്ങനെ ഗോൾഡ്ബർഗ് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫാൻസിനും ഭയങ്കരമായും ശരിക്കും WWEയോട് തന്നെ ഒരു വെറുപ്പ് വരും. കാരണം അന്ന് അണ്ടർടേക്കറിനെ റോമൻ റെയിൻസ് തോൽപ്പിച്ച് പുറത്താക്കിയ പോലെ എല്ലാവർക്കും WWEയോട് തന്നെ ഒരു മടുപ്പ് തോന്നാൻ തുടങ്ങും. നമുക്ക് ഇവരുടെ മുൻപുള്ള റെക്കോർഡുകളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഗോൾഡ്ബർഗ് തൻ്റെ അതിനു മുമ്പേ ഉള്ള റെസൽമേനിയയിൽ വന്നത് ഹോൾ ഓഫ് ഫെയിമർ എന്ന പരിപാടിക്ക് അദ്ദേഹം ഹോൾ ഓഫ് ഫെയിം ആയിട്ടാണ് വന്നത്. 2018 ഹോൾ ഓഫ് ഫെയിം ആയിരുന്നു ഗോൾഡ്ബർഗ്. ബ്രോൺ സ്ട്രോമാൻ്റെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ റെസൽമേനിയയിൽ, അതായത് റെസൽമേനിയ 34-ൽ അദ്ദേഹം നിക്കോളാസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുമായി ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് പങ്കുവച്ചിരുന്നു. അതിനു മുമ്പേയുള്ള 33-ാമത്തെ റെസൽമേനിയയിൽ അദ്ദേഹം ആൻഡ്രേ ദി ജയന്റ് മെമ്മോറിയൽ ബാറ്റിൽ റോയൽ അദ്ദേഹം പങ്കെടുത്തിരുന്നെങ്കിലും അദ്ദേഹം ആദ്യം തന്നെ പുറത്താവുകയാണ് ഉണ്ടായത്. അതിനു മുമ്പേയുള്ള റെസൽമേനിയയിൽ, അതായത് റെസൽമേനിയ 32-ൽ വിയാറ്റ് ഫാമിലിയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്നത്. അതിൽ അദ്ദേഹം ജോൺ സീനയോടും റോക്കിനോടും തോൽക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ 3 മാച്ചുകളും അദ്ദേഹത്തിൻ്റെ കരിയറിനെ വല്ലാതെ ഒന്നും പരിപോഷിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ WWEക്ക് ഒരു ഫേസ് ഓഫ് ദി കമ്പനി അത്യാവശ്യമാണ്. ജോൺ സീന ഇപ്പോൾ അധികം മാച്ചിലില്ലാത്തത് കൊണ്ടും ഒരുപാട് പേർ നല്ലൊരു സ്റ്റാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാറിന് ആവശ്യമുള്ളത് കൊണ്ട് നല്ലൊരു മാച്ച് തന്നെ റെസൽമേനിയ 35-ൽ ബ്രോൺ സ്ട്രോമാനെ കൊടുക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് WWEയുടെ ക്രിയേറ്റീവ് ടീം എന്തായാലും നല്ലൊരു സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും ബ്രോൺ സ്ട്രോമാനെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കുക. അല്ലാതെ അദ്ദേഹത്തിന് വെറുതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും യൂണിവേഴ്സൽ ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പിനുള്ള ആ മാച്ച് ഒഴിവാക്കേണ്ട കാര്യമില്ല. അവരെന്തായാലും നല്ലവണ്ണം നോക്കിയിട്ടല്ലാതെ അവർ അത് ഒഴിവാക്കില്ല. ഒന്നെങ്കിൽ റോയൽ റംബിളിൽ ബ്രോൺ സ്ട്രോമാൻ ജയിച്ച് നേരിട്ട് റെസൽമേനിയയിൽ യൂണിവേഴ്സൽ ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പ് തന്നെയായിരിക്കും അദ്ദേഹം കളിക്കുകയുണ്ടായിരിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കും. അതിൽ ഈ ഗോൾഡ്ബർഗിൻ്റെ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു മാച്ച് ഉണ്ടെങ്കിൽ നന്നായിരിക്കുമോ? നിങ്ങൾക്ക് ഈ മാച്ച് കാണാൻ താല്പര്യമുണ്ടോ? ഇതെല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.